ബാഗ് നിറയെ പുസ്തകങ്ങളും കുറച്ച് വസ്ത്രങ്ങളും കുറേയധികം സ്വപ്നങ്ങളും പാക്ക് ചെയ്ത് മുംബൈ നഗരത്തിൽ വന്നിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ പക്കൽ ആകെ ഉണ്ടായിരുന്ന 5000 രൂപ ആ നഗരത്തിൽ കഴിച്ചു കൂട്ടാൻ തികയുന്നതായിരുന്നില്ല. 3 മാസം നിർത്താതെ പെയ്ത മഴയിൽ താമസിക്കാൻ ഒരു വീട് പോലും കിട്ടാതെ കടത്തിണ്ണകളിലും തെരുവുകളിലും അയാൾ കിടന്നുറങ്ങി. അന്ന് ബോളിവുഡിന്റെ സിനിമാ കേന്ദ്രമായിരുന്ന പൃഥ്വി തിയേറ്ററിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിനായി തിയേറ്ററിലെ റെസ്റ്റോറന്റിൽ വെയിറ്ററായി ജോലിക്ക് കയറി. നിങ്ങൾ എനിക്ക് സാലറി ഒന്നും തരണ്ട, എന്നെ ഒന്ന് ജോലിക്ക് എടുത്താൽ മതി, ഒഴിവു സമയങ്ങളിൽ തിയേറ്ററിനകത്തേക്ക് കയറാനുള്ള അനുവാദവും. അങ്ങനെ തിയേറ്ററിൽ പ്രവേശനം ലഭിച്ച 21-കാരൻ അവിടുത്തെ തൂപ്പ് മുതൽ ആർട്ടിസ്റ്റുകൾക്ക് ഡയലോഗുകൾ വായിച്ചു നൽകുന്ന പണി വരെയും ചെയ്തു. പതിയെ എഴുത്തിലേക്ക് കടന്ന അയാൾ ദിവസവും 100 കണക്കിന് പേജുകൾ എഴുതി നൽകി. ആ ഇടയ്ക്കാണ് ഇന്ത്യയിൽ ടെലി സീരീസുകൾ സജീവമാകുന്നത്. ടെക്നിക്കലി റിച്ച് ആയിരുന്നെങ്കിലും അവർക്ക് നീളൻ എപ്പിസോഡുകൾ എങ്ങനെ നിർമ്മിക്കണമെന്ന ഐഡിയ ഉണ്ടായിരുന്നില്ല. സൗജന്യമായി ഹിന്ദി സ്ക്രിപ്റ്റുകൾ എഴുതുന്ന ഒരു പയ്യൻ പൃഥ്വിയിലുണ്ടെന്ന് നിർമ്മാതാക്കൾ അറിയുകയും അവനെ തിരക്കഥ എഴുതാൻ നിയമിക്കുകയും ചെയ്തു. 22-ാം വയസ്സിൽ മാസം ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന എഴുത്തുകാരനായി അയാൾ. പക്ഷെ വിക്ടോറിയ ഡിസിക്കയുടെ ബൈസിക്കിൾ തീവ്സ് കണ്ട സംവിധായകനാവാൻ ഇറങ്ങി തിരിച്ച അയാൾക്ക് പണത്തേക്കാൾ ആവശ്യം സ്വപ്നം കണ്ട സിനിമയായിരുന്നു. ബോളിവുഡിലെ പരീക്ഷണ ചിത്രങ്ങളുടെ മുഖ്യ വക്താക്കളിൽ ഒരാൾ കൂടിയായിരുന്ന രാം ഗോപാൽ വർമ്മ തന്റെ തിരക്കഥ എഴുതാൻ മാസം 10000 രൂപയ്ക്ക് വന്ന് വിളിച്ചപ്പോൾ സർവവും വഴിയിൽ ഉപേക്ഷിച്ച് അയാൾ തന്റെ മോഹങ്ങൾക്ക് പുറകെ ഇറങ്ങിപ്പോയി. ബോളിവുഡിന്റെ സ്ഥിരം ശൈലികളെ തച്ചുടച്ചു മാറ്റുന്ന ലോക സിനിമയ്ക്ക് മുമ്പിൽ അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ഒരു കലാകാരൻ അവിടെ ജനിക്കുകയായിരുന്നു, അനുരാഗ് കശ്യപ്. യാതൊരു പിന്തുടർച്ചയോ പിൻബലമോ സാമ്പത്തിക സുരക്ഷിതത്വമോ ഇല്ലാത്ത ഇൻഡസ്ട്രിയിലേക്ക് കഷ്ടപ്പെട്ടെത്തിയ അനുരാഗ് കശ്യപിന് കോടികൾ ചിലവഴിച്ച് നഷ്ടങ്ങൾ ഏറ്റുവാങ്ങുന്ന ഇന്നത്തെ ഹിന്ദി സിനിമാ വ്യവസായത്തോട് തികഞ്ഞ അതൃപ്തിയാണുള്ളത്. നിരാശയോടെ അയാൾ അത് പങ്കുവെക്കുന്നുമുണ്ട്. ഇവിടെ നല്ല സിനിമകൾ സൃഷ്ടിക്കുക എന്നതിനല്ല പ്രാധാന്യം, താരമൂല്യത്തിനാണ്. ഒരു താരമായി ബഹുമാനിക്കപ്പെടുന്നതിനാണ് സിനിമകൾ നിർമ്മിക്കപ്പെടുന്നതെന്ന് തുറന്നടിച്ച അനുരാഗ് കശ്യപ് അതേസമയം സൗത്ത് ഇന്ത്യൻ സിനിമകൾ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളിലും അതിൽ തന്നെ മലയാള സിനിമ നൽകുന്ന പകരം വെക്കാനില്ലാത്ത സംഭാവനകളിലും അത്ഭുതം കൂറുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. അതിലെ കുട്ടി ഓടി വന്ന് പുഴയിലേക്ക് എടുത്തു ചാടുന്ന രംഗത്തെ അയാൾ സ്പെസിഫിക് ആയി എടുത്തു പറയുന്നു. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പറഞ്ഞു പോവുക മാത്രമല്ല, അതിനുള്ള കാരണം കൂടെ വ്യക്തമാക്കുന്നു. മലയാള സിനിമയിലെ യുവ സംവിധായകർ ശ്രദ്ധ കൊടുക്കുന്നത് അവരുടെ ക്രാഫ്റ്റിലാണ്. അതിന്റെ കച്ചവടത്തെക്കുറിച്ചോ പുറത്തിറങ്ങുന്ന മറ്റ് പാൻ ഇന്ത്യൻ സിനിമകളെ കുറിച്ചോ അവർ കൺസേൺഡ് അല്ല. മികച്ച കണ്ടന്റ് സൃഷ്ടിക്കാൻ അവർക്കിടയിൽ പരസ്പരം വളരെ ഹെൽത്തി ആയ ഒരു മത്സരം തന്നെയുണ്ട്. അവരോടത് ആരും പറയുന്നതല്ല, എന്തെങ്കിലും നേടാനായി അവർ ചെയ്യുന്നതുമല്ല, അതവർക്ക് ചെയ്യണമെന്ന ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പരാജയങ്ങളിൽ നിന്നും പരാജയങ്ങളിലേക്ക് കുതിക്കുന്ന ഹിന്ദി സിനിമ അക്ഷരാർത്ഥത്തിൽ അർഹിക്കുന്ന വിമർശനങ്ങളാണ് അനുരാഗ് കശ്യപ് പങ്കുവെക്കുന്നത്. സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾക്ക് പോലും ബോളിവുഡിൽ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കെ ആ സ്പേസിലേക്ക് സൗത്ത് ഇന്ത്യൻ സിനിമകൾ കടന്നു വരുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് തന്നെ നിരവധി സിനിമകൾ ഹിന്ദി ബെൽറ്റുകളിൽ ആളെ കയറ്റി. കഴിഞ്ഞ വർഷങ്ങളിലായി ഹിന്ദി സിനിമകളിൽ ഏറ്റവും അധികം നേട്ടം കൊയ്ത ചിത്രങ്ങളിൽ ഒന്ന് ആറ്റ്ലി സംവിധാനം ചെയ്ത ഷാറുഖ് ഖാൻ ചിത്രം ജവാനും സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആനിമലുമാണ്. സൗത്ത് ഇന്ത്യൻ സംവിധായകർക്ക് എങ്ങനെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിക്കണമെന്നറിയാം. അവർ കുറെ കൂടെ റൂട്ടഡ് ആണ് എന്ന അനുരാഗ് കശ്യപിന്റെ വാക്കുകൾ ശരിവെക്കുന്നതാണ് 2 സിനിമകളും സൃഷ്ടിച്ച വാണിജ്യ വിജയം. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കൽക്കി എന്ന സിനിമ തന്നെ അതിന് മറ്റൊരു ഉദാഹരണമാണ്. അമിതാഭ് ബച്ചൻ, ദീപിക പദുകോൺ, ദിശ പട്ടാണി തുടങ്ങിയ മുൻനിര ബോളിവുഡ് താരങ്ങളാണ് തെലുങ്ക് ചിത്രത്തിലെ മുഖ്യ വേഷങ്ങളിലെത്തിയത്. മലയാള സിനിമകളെ കുറിച്ച് അനുരാഗ് കശ്യപ് നടത്തുന്ന നിരീക്ഷണങ്ങൾ മുൻപും ശ്രദ്ധ നേടിയിട്ടുണ്ട്. സൗബിൻ, ബേസിൽ എന്നിവർ മുഖ്യ വേഷത്തിലെത്തി അൻവർ റഷീദ് നിർമ്മിക്കുന്ന നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ ചിത്രം പ്രാവിൻകൂട് ഷാപ്പിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് അയാൾ മലയാള സിനിമയോട് ആശ്ചര്യത്തോടെ ചോദിച്ചത് നിങ്ങൾ എന്താണ് തിന്നുന്നത് എന്നാണ്. അതിനും ദിവസങ്ങൾക്ക് മുമ്പാണ് സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ഫൂട്ടേജ് എന്ന ഫൗണ്ട് ഫൂട്ടേജ് ചിത്രം അനുരാഗ് കശ്യപ് പ്രസന്റ് ചെയ്തത്. അതേ വർഷാവസാനം ആദ്യമായ ഒരു മലയാള സിനിമയുടെ ഭാഗവുമായി. റൈഫിൾ ക്ലബിലെ ദയാനന്ദായി എത്തിയപ്പോൾ മലയാളികൾക്ക് അയാൾ ഒരു സുപരിചിതനായ വില്ലനായി. അത് അയാളുടെ ബ്ലഡ് ഷെഡിങ് സിനിമകൾ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത വലിയ സ്വാധീനം കൊണ്ടുകൂടെയാണ്. എന്റെ സിനിമകൾ ഒന്നുപോലും കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ കെനഡിയുടെ പ്രീമിയറിന് IFFK വേദിയിലെത്തി എനിക്ക് ഗംഭീര സ്വീകരണമാണ് മലയാളികൾ തന്നത്. അവർ എൻ്റെ സിനിമകൾ തേടി പിടിച്ച് കണ്ടിട്ടുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ട്. എൻ്റെ സ്വന്തം നാട് UP ആണ്. അവിടെ പോലും എനിക്ക് ആ സ്വീകരണം ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അവരാരും അതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാകില്ല എന്നാണ് അനുരാഗ് കശ്യപ് പറയുന്നത്. ശരിയാണ്, കേരളത്തിൽ അയാൾക്ക് കൃത്യമായൊരു ഫാൻ ബേസ് ഉണ്ട്. ബ്ലാക്ക് ഫ്രൈഡേയിൽ തുടങ്ങിയ കെനഡി വരെയുള്ള ചിത്രങ്ങളിൽ അയാൾ തന്ത്രപൂർവ്വം നിറയ്ക്കുന്ന ത്രില്ലിംഗ് ഫാക്ടറുകളും
ഗ്രൗണ്ടഡ് ആയിരിക്കുന്ന അയാളുടെ കഥാപാത്രങ്ങളും മലയാളി പ്രേക്ഷകരെ ചെറുതായൊന്നുമല്ല സ്വാധീനിച്ചത്. ഗ്യാങ്സ് ഓഫ് വസിപ്പൂർ പുറത്തിറങ്ങിയ കാലത്ത് ഡാർക്ക് കോമഡി ത്രില്ലറുകൾക്ക് ഇന്നുള്ളതുപോലെ ഒരു വിപണിയില്ല. ഗ്യാങ്സ് ഓഫ് വസിപ്പൂരിന്റെ രണ്ടാം ഭാഗം അയാളുടെ ഡയറക്ടറിലെ കൊമേഴ്ഷ്യൽ മൂല്യം കൂടെയാണ് തെളിയിച്ചത്. സ്റ്റൈലിഷ് പ്രസന്റേഷനും അതിനുള്ളിലൂടെ പറഞ്ഞു പോകുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളും അയാളുടെ വയലൻസിന് ആഴം കൂട്ടി. അഗ്ലി എന്ന ചിത്രം ഇന്നും കാഴ്ചക്കാരിൽ അവസാനിപ്പിക്കുന്ന തരിപ്പിക്കുന്ന ഒരു നിസ്സഹായതയുണ്ട്. ഗുലാലും ബ്ലാക്ക് ഫ്രൈഡേയും നൽകുന്ന ചില ഇൻസൈറ്റുകളുണ്ട്. അതിനെല്ലാം പുറമെ അയാളുടെ ത്രില്ലർ സിനിമകളുടെ മേക്കിംഗ് നൽകുന്ന ഒരു സ്വാഗ് ഉണ്ട്. 2022 ഡിസംബറിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെത്തിയ അനുരാഗ് കശ്യപിനെ വരവേറ്റത് നിറഞ്ഞു കവിഞ്ഞ വേദിയായിരുന്നു. മലയാള സിനിമ കാലത്തെ അടയാളപ്പെടുത്തുന്നുവെന്നും മെയിൻ സ്ട്രീമിൽ അടക്കം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന മികച്ച സിനിമകൾ കേരളത്തിൽ നിന്നുണ്ടാകുന്നതാണെന്നും അന്ന് കശ്യപ് അഭിപ്രായപ്പെട്ടു. തുടർന്നും മലയാള സിനിമയെ സസൂക്ഷ്മം വീക്ഷിച്ച അനുരാഗ് കശ്യപ് ഓരോ റിലീസുകളിലും മലയാള സിനിമയ്ക്ക് ഒപ്പം നിന്നു. മലയാള സിനിമയ്ക്ക് അടുത്ത കാലത്തായി ഉണ്ടായെന്ന് അടയാളപ്പെടുത്തുന്ന മാറ്റങ്ങൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. അനുരാഗ് കശ്യപിന്റെ നിർമ്മാണത്തിലും സംവിധാനത്തിലും ഹിന്ദിയിൽ ഒരു കാലത്ത് സൃഷ്ടിക്കപ്പെട്ടുള്ള ചിത്രങ്ങളുടെ ഫോർമുലയുമായി അതിന് ബന്ധമുണ്ട്. അതിൽ ആദ്യത്തേത് ചിത്രത്തിന്റെ ബജറ്റ് തന്നെയാണ്. ചെറിയ ബജറ്റിനുള്ളിൽ നിന്നും മലയാള സിനിമ ഒരുക്കുന്നത് ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള സിനിമകളാണ്. കഴിഞ്ഞ വർഷം തന്നെ പുറത്തിറങ്ങി പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടിയ ചിത്രങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ മുഴുവൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു ഹിന്ദി കോസ്റ്റ്യൂം ഡ്രാമയുടെ ചുരുക്കം സീനുകളുടെ ബജറ്റിൽ ഒതുങ്ങുന്നതായിരിക്കും. പരിമിതമായ റിസോഴ്സുകളിൽ സൃഷ്ടിക്കപ്പെടുന്ന മലയാള സിനിമയോടുള്ള ബഹുമാനവും അയാളുടെ വാക്കുകളിൽ കാണാം. രണ്ടാമത്തേത് ത്രില്ലർ പ്ലോട്ടുകളാണ്. മൂന്നാമതൊന്ന് സ്റ്റാർഡമാണ്. എന്നെങ്കിലും ഭ്രമയുഗത്തിലും കാതലിലുമൊക്കെ മമ്മൂട്ടി ചെയ്തതുപോലൊരു വേഷം ബോളിവുഡ് താരത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അയാളുടെ ചോദ്യം. റൈഫിൾ ക്ലബിന്റെ ഷൂട്ടിംഗ് സമയത്തെ അനുഭവം ഉദാഹരണമായി നൽകുന്നു. അവിടെ വെയിറ്റേജ് ഒരു പ്രശ്നമല്ല. ഞാൻ വലിയ വേഷം ചെയ്തയാളാണ്, നായകനാണ് എന്നൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ചിരിക്കും, തമാശ പറയും, ഭക്ഷണം പങ്കുവെച്ച് കഴിക്കും. അതിലൊരു കോംറേഡറി വർക്ക് ചെയ്യുന്നുണ്ട്. അതിവിടെയില്ല. അനുരാഗിന്റെ ചിത്രങ്ങളിലും അത്തരം താരങ്ങളെ കാണില്ല. അയാൾക്ക് അഭിനേതാക്കളെ മതിയെന്നാണ് പറയുന്നത്. താരരാജാക്കന്മാരോ വിപണി മൂല്യം നിർണ്ണയിക്കുന്ന സ്ഥിരം പാറ്റേണുകളോ ഇല്ലാതെ തന്നെ സക്സസ്ഫുൾ ആയ ഒരു സിനിമ നിർമ്മിക്കാൻ സാധിക്കുമെന്നുകൂടെ തെളിയിക്കുകയായിരുന്നു കരിയർ കൊണ്ട് അനുരാഗ് കശ്യപ്. ഒരു ഗാനരംഗം ഷൂട്ട് ചെയ്യാൻ മാത്രം 3 കോടി രൂപ ചിലവഴിച്ച ബോളിവുഡിൽ നിന്നും 1 കോടി മാത്രം ആകെ ചിലവിട്ട് അനുരാഗ് കശ്യപ് എന്ന സംവിധായകൻ ഒരുക്കിയത് ഇൻഡിപെൻഡന്റ് സിനിമകൾക്കും കലാമൂല്യമുള്ള നോൺ മെയിൻ സ്ട്രീം സിനിമകൾക്കും കൂടെയുള്ള അവസരങ്ങളാണ്. മോറൽ പ്രോട്ടോക്കോളുകൾക്ക് പുറത്തു നിന്നുകൊണ്ട് മനുഷ്യരെ പോർട്രേ ചെയ്യാനുള്ള കറേജ് കൂടിയാണ്. ആ മനുഷ്യൻ ഇന്ന് ആ വഴിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ, പ്രതീക്ഷയേറ്റ് മടങ്ങുമ്പോൾ ബോളിവുഡിന് സ്വയം തിരുത്താൻ സമയമായെന്നു കൂടിയാണ് അർത്ഥം.